agri ടിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 4-stroke മെഷീനിന്റെ ഒരു വാൽവ് സെറ്റിംഗ്സ്, വാൽവ് ട്യൂണിങ് എന്ന് അതിന് പറയില്ല എന്ന് തോന്നുന്നു, വാൽവ് സെറ്റിംഗ്സ്, അതായത് നമ്മൾ ഫിറ്റ് പിന്നെ സ്റ്റാർട്ടിങ് പ്രോബ്ലം വരുമ്പോൾ, അതായത് നമ്മൾ 4-strokeനെ സംബന്ധിച്ച് വാൽവ് സിലിണ്ടറിൽ വന്ന് അടിച്ച് കംപ്രസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു സെക്ഷൻ കിട്ടുന്നതും വർക്ക് ചെയ്യുന്നതൊക്കെ. അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് വാൽവ്. അപ്പം ആ വാൽവ് മാറ്റാൻ വേണ്ടിയിട്ട് പിസ്റ്റണും സിലിണ്ടറും ഒക്കെ നമ്മൾ ഓയിലില്ലാതെ വർക്ക് ചെയ്തിട്ട് അതൊക്കെ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ അയക്കേണ്ടി വരും. അത് മാറ്റണമെങ്കിൽ എന്തായാലും മുഴുവൻ അയക്കണം. അയച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടെക്നീഷ്യന്മാരോടല്ല കേട്ടോ പറയുന്നത്, ടെക്നീഷ്യന്മാർക്ക് ഇതൊന്നും വിഷയം എല്ലാവരും ചെയ്യും. അപ്പം നമ്മൾ ഇനിയിപ്പം കുറഞ്ഞ വിലക്ക് നമ്മൾ തന്നെ ഹോൾസെയിലായിട്ട് നമുക്ക് പിസ്റ്റണും സിലിണ്ടറും സംഭവങ്ങളൊക്കെ കുറഞ്ഞ റേറ്റിന് സുഹൃത്തുക്കൾ ഉള്ള കടയിൽ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ റിപ്പയർ ചാർജിങ് എന്ന് പറഞ്ഞതിന് ഭയങ്കരമാണ്. കാരണം പറഞ്ഞിട്ട് ഒരു കാര്യമല്ല, അത്രയും വർക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പം 4500-5000 രൂപയൊക്കെ പിസ്റ്റൺ സിലിണ്ടർ റിങ്സ് ഇതിനൊക്കെ കൂടി വന്നിട്ട് ബാക്കി ഒരു 2000 റുപ്യെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ കൊടുക്കേണ്ടി വേണ്ടി വരുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വർക്ക് ഉണ്ട് ഇതിൽ. അപ്പം അഥവാ നമ്മൾ തന്നെ ഇതൊക്കെ തട്ടിക്കൂട്ടി ചെയ്ത് കഴിഞ്ഞിട്ട് വാൽവ് സീറ്റിംഗ് ആൻഡ് സെറ്റിങ്ങിൻ്റെ അവിടെ പെട്ടുപോകുന്ന കുറേ ആളുകൾ, ബാക്കിയൊക്കെ ചെയ്തു പക്ഷെ അവിടെ പെട്ടു. അപ്പം ഞാൻ എൻ്റെ മെഷീനിൽ ഒന്ന് ഡിസോർഡർ ആക്കി വെച്ചിട്ട് ഞാനത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. 2 ഭാഗം ഡിസോർഡർ ആക്കുന്നില്ല, ഒരു ഭാഗം ഡിസോർഡർ ആക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. കാരണം എനിക്ക് വർക്കുള്ളതാണ് ഈ മെഷീനിൽ. അപ്പം കുറേ സമയം ഇതിൽ കളയാനില്ലാത്തത് കൊണ്ട് കിട്ടിയൊരു സമയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഇത് കാണിച്ചു തരലും ഞാൻ നേരത്തെ ചെയ്തത് എൻ്റെ കയ്യിൽ പാളി പോയ ഒരു ചെറിയ കാര്യം തിരുത്തൽ എന്ന ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നത്. നേരത്തെ ഞാൻ ചെയ്തതിൽ ചെറിയ അപാകത ഉണ്ടായിരുന്നു. പറഞ്ഞിരുന്നത് ബ്ലേഡ് വെച്ചിട്ട് പിന്നെ ഈ ട്രിക്ക് ചെയ്യാം, ബാക്കി ടൂളുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. ആ ട്രിക്കാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ 2 ബ്ലേഡും 1 ബ്ലേഡുമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 1 ബ്ലേഡിനെ 2 ബ്ലേഡാക്കും കണ്ടോ. അപ്പോൾ 1 ബ്ലേഡ് വേണ്ട ഭാഗത്തേക്ക് ഈ ഒരു കഷ്ണം എടുക്കും, 2 ബ്ലേഡ് വേണ്ട ഭാഗത്തേക്ക് നമ്മളിത് 2 എണ്ണം വെക്കും. അപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. സൈലൻസറിൻ്റെ ഭാഗത്ത് 2 ബ്ലേഡും കാർബറേറ്ററിൻ്റെ ഭാഗത്ത് 1 ബ്ലേഡും. അപ്പോൾ കാർബറേറ്ററിൻ്റെ ഭാഗത്തുള്ള ഇത് ഡിസോർഡർ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ചെയ്യുന്നത് 8 mm സ്പാനർ എടുക്കുക. ഇതിങ്ങനെ അഴിച്ചു മാറ്റിയിട്ട് ഈ ഭാഗത്ത് ഇത് അഴിക്കുന്ന കാര്യമായിട്ടാണ് പറയുന്നത്. മൊത്തത്തിൽ അഴിക്കുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് പറയുന്നത്. ഈ ഭാഗത്ത് ഇങ്ങനെ നല്ല ടെമ്പറുള്ള സൈസ്, ഈ അല്ലെങ്കിൽ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ചതയുന്ന സൈസ് ഇരുമ്പ് വെച്ചിട്ട് ചെയ്യാൻ പാടില്ല, ആകെ ഇതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വെക്കുക, അടിച്ചിട്ട് ഇത് പുറത്തേക്ക് എടുക്കുക. ഇത് ഇപ്പോൾ ഞാൻ പുറത്തേക്ക് എടുക്കുന്നില്ല, ഞാൻ അഴിക്കുന്ന സമയത്ത് അതൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പാളിപ്പോയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഇത് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെയൊക്കെ തിരിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ള ചില ആളുകൾക്ക് അതും അങ്ങനെ ഒരു സംശയമുണ്ട്. ആ കമൻറ്റിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, ഇത് അഴിക്കേണ്ട ആവശ്യം ഇപ്പോൾ എവിടെ വരുന്നത്. മൊത്തത്തിൽ അഴിച്ചിട്ട് പിസ്റ്റൺ സിലിണ്ടറൊക്കെ മാറ്റി കഴിയുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ അഴിക്കാതെ ഒന്നും ഇത് കിട്ടൂല. വാൽവ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുള്ളൂ രണ്ടാമത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക, പിസ്റ്റൺ സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന അതേ സിസ്റ്റത്തിൽ തന്നെ നിൽക്കും. അങ്ങനെ ആകുമ്പോൾ ഇതിങ്ങനെ താഴേക്ക് പ്രസ് ചെയ്തിട്ട് സൈഡിലേക്ക് നീക്കുക. അതായത് ഇവിടെ ഒരു ഹോള്, ഇങ്ങനെ ഒരു ചാലിട്ടിട്ട് ഈ സൈഡിലും ചെറിയ ഹോള്, ഈ പ്ലേറ്റ് പോലെ നിൽക്കുന്നതിൻ്റെ സെൻറ്ററിൽ ഹോള്, ഇങ്ങനെ ചാല് പോലെ ഈ സൈഡിലും ഒരു ഹോള് പ്രസ് ചെയ്ത് ആ ചാലുകൂടി ഇങ്ങനെ നീക്കുക, രണ്ടാമത്തെ ഹോളിലൂടെ പുതുക്കിയെടുക്കുക. അങ്ങനെയാണ് ഇത് പുറത്തേക്ക് എടുക്കുക. ഈ സ്പ്രിങ്ങും ഈ മേളിലുള്ള പ്ലേറ്റും മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഈ ബെൽറ്റ് മാറ്റിയിടും. അതായത് ബെൽറ്റ് ഇങ്ങനെ മാറ്റിയിട്ടിട്ട് നമ്മൾ കാർബറേറ്റർ അയക്കും, നമ്മളിതിൻ്റെ പ്ലഗ് അയക്കും, സൈലൻസർ അയക്കും, സ്റ്റാർട്ടർ, ഈ നമ്മുടെ ഫ്യൂൽ ടാങ്ക്, പിന്നെ ഇങ്ങനെ മുന്നിൽ വന്നിട്ട് ക്ലച്ചിൻ്റെ ടോപ്പ് കവറ്, പിന്നെ നമ്മൾ അഴിച്ചെടുക്കേണ്ടത് നമ്മുടെ ഇഗ്നീഷൻ കോയില്. അപ്പം ആ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വാൽവ് സെറ്റിങ്ങിൻ്റെ നമ്മൾ എല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് ഈ ഭാഗം കൂടിയും അഴിച്ചെടുക്കുക കേട്ടോ. ഈ ഭാഗം കേട്ടോ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം മാറും, എല്ലാം ഡിസോർഡറായി മാറും. ആ സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ ഓർഡർ തെറ്റിപ്പോയി എന്ന് മാത്രമല്ല, ഇതിൻ്റെ വാൽവിൻ്റെ സീറ്റിങ്ങും പ്ലസ് സെറ്റിങ്ങും പോയി, രണ്ടും ഇതിന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫിറ്റൊക്കെ ചെയ്തു, ഈ ഭാഗവും ചെയ്തു, ഈ സിസ്റ്റങ്ങളെല്ലാം ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മുകളിലുള്ള 8 mm നെറ്റ് നമ്മൾ മുകളിൽ ചെയ്ത് കൊടുത്തു.
8mm സ്ക്രൂ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സീറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ പറഞ്ഞു ഇതിൽ കമ്പനി തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ തരുന്ന 0.04 ആണ് ഈ ഭാഗം, ഇത് 3 ആണ് വേണ്ടത്. രണ്ടും ഒരേപോലെ അല്ല, അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് ഒരു ബ്ലേഡും രണ്ടാമത്തെ ഭാഗത്ത് 2 ബ്ലേഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് ഈ ബ്ലേഡ് ഇതിനുള്ളിൽ വെച്ചിട്ട്, അതായത് ഇപ്പോൾ ഇതിൽ കറക്റ്റ് അല്ല, അതായത് ഒറ്റ ബ്ലേഡിൻ്റെ കനയെ പാടുള്ളൂ. ഒരു ബ്ലേഡിൻ്റെ കനം ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ മേളിൽ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ എല്ലെങ്കിൽ വെച്ചിട്ട് കണ്ടോ, എല്ലെങ്കിൽ വെച്ചിട്ട് അത് കണ്ടോ. ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ നമ്മൾ ഒന്ന് ടൈറ്റ് ആക്കിയ സമയത്ത് നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ട ബ്ലേഡ് നല്ല ടൈറ്റാണ്. ആ ടൈറ്റ് ഇല്ലാതെ ഒരു ചെറിയ ലൂസിൽ അത് നമുക്ക് ഇങ്ങനെ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. കണ്ടോ ഇപ്പം ലൂസായി. ഇങ്ങനെ ലൂസാകുന്ന സമയത്ത് ഓവറായിട്ട് ലൂസാകാൻ പാടില്ല, ഓവറായിട്ട് ടൈറ്റ് ആകാൻ പാടില്ല. ആ രൂപത്തിലായതിനു ശേഷം നമുക്ക് ഇതിലാണ് ഇനി സെറ്റ് ചെയ്യേണ്ടത്. സീറ്റിംഗ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ചെയ്യേണ്ടത് ഇതിലാണ്. ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്കും തിരിയാതെ അത് തന്നെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക. അതിന് സീറ്റിംഗ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യുക. ഈ രൂപത്തിൽ കിട്ടണം. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് പുറത്തേക്ക് എടുക്കണ്ട, കാരണം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അലൈൻമെന്റ് തെറ്റിയോ എന്ന് അറിയണമെങ്കിൽ അത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് എടുക്കരുത്. നല്ലപോലെ ടൈറ്റ് ചെയ്തു. ഇതിനുള്ളിൽ സീറ്റിംഗ് ആയി. ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്തത് ഇപ്പം ഇതിന്റെ ടൈറ്റിങ് കുറക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരു ഇത്തിരി ടൈറ്റിലാണിത്. ഇനി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഇതിൽ സ്റ്റാർട്ട് ആവണം എന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ടോപ്പ് ടൈറ്റ് ചെയ്യുക. ടോപ്പ് ടൈറ്റ് ചെയ്യാതെ ഓണാക്കാൻ പാടില്ല, കാരണം അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടൈമിംഗ് വീലിൽ കൂടി ഓയിൽ പുറത്തേക്ക് വരുന്നതും ബാക്കി സെറ്റിങ്സ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ഇത് ടൈറ്റ് ചെയ്തിട്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിന് മുമ്പ് ചെയ്തത് ചെറിയ പാളിച്ച പറ്റിയത് കാണിച്ചു തരാൻ കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുവരെ ബൈ.